ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഏത് മൂവീൻ്റെ റിവ്യൂ ആണെന്ന് വെച്ചാൽ ഈ വർഷം തിയേറ്ററുകളിൽ എത്തി ഒരു അത്യാവശ്യം ജയിച്ച് ഇപ്പോൾ OTTയിൽ റിലീസായ ലീഡർ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അപ്പോൾ ആ മൂവിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറയാമല്ലോ, നമ്മൾ ഈ സ്റ്റോറി നന്നാവാതെ ഏത് പടത്തിൽ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് 100% ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി അടിപൊളിയാണ്. കിടിലൻ സ്റ്റോറിയും അതിൽ എന്താ പറയുക, അതിലൊരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ചെയ്താൽ തന്നെ ഈ പടം നമുക്ക് ഇഷ്ടപ്പെടും. ഇതിൽ അഭിനയിച്ചാലും നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഉറപ്പാണ്. ഇതിൽ പിന്നെ എന്താ പറയുക, ഇത്രയ്ക്കും അപമാനിച്ചിട്ട് ഞാൻ പറയുന്നത് നമ്മളെ മാധവ് സുരേഷിൻ്റെ അടുത്തൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും, കാരണം എനിക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈ ചങ്ങായിൻ്റെ തിരിച്ചറിവ് കണ്ടപ്പോൾ ഒരു അഭിനയിക്കാൻ അറിയാത്ത ഏതവനും കൊണ്ടും തിരിച്ച് അവനൊന്ന് അടിപൊളി, അവനൊരു വാശി വന്നാൽ അവനെ കൊണ്ട് പറ്റും, എന്തും പറ്റും എനിക്ക് മനസ്സിലായി. കാരണം അജാതി ഒരു മേക്ക് ഓവറും എന്താ പറയുക, മേക്ക് ഓവറും ഫൈറ്റ് സീനും എല്ലാം കൂടെ ചേർന്നാണ് ചെങ്ങായി ഈ പടത്തിൽ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. സർവൻ എന്ന് പറയുന്നത് കിടിലനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ രജനീകാന്ത്, കമലഹാസൻ അതേപോലെ ഒന്നല്ല. എന്താ പറയുക, ചില സീൻസിലൊക്കെ നമുക്ക് എന്താ പറയുക പോരാ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ഈ അങ്ങനെ തോന്നുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലെജൻഡ് എന്ന് പറഞ്ഞ പടം പോയി കാണുക. ഇതുവരെ കാണാതെ ട്രോളൊക്കെ കണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക, എന്നിട്ട് നേരെ ഇത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചെങ്ങായിനെ എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണമെന്ന്. കാരണം ആ സിനിമയിലുള്ള ലെജൻഡ് സർവനെ അല്ല ഇതിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നില്ല. കാരണം അതിൽ കാണിച്ചു കൂട്ടിയ എന്തൊക്കെയൊക്കെയോ കുറേ സാധനമുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, അവൻ്റെ ഭാര്യ മരിച്ചടക്കുമ്പോൾ കരയുന്നൊക്കെ ഒരു രംഗം. അതൊന്നും സഹിക്കാൻ പറ്റില്ല ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ ആർക്കും. പക്ഷേ അതിൻ്റെ പേര് കുറേ ട്രോളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, എക്സ്പ്രഷൻ അധികം ഇടുന്നില്ലെങ്കിലും ഇടൻ്റെ എക്സ്പ്രഷനൊക്കെ കിട്ടിയതായിട്ട് തരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചില്ല മൂപ്പരെ കൊണ്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ ഫൈറ്റ് ഉണ്ട്, പക്ഷേ ഒറിജിനൽ ഇതൊന്നും നടക്കൂല എന്നൊക്കെ വിചാരിച്ചോണ്ടില്ല. പക്ഷേ ഈ പടത്തിലെ ഫൈറ്റ് സീൻസൊക്കെ 2-3 ഉണ്ട്, അതൊക്കെ കിഡിലനാക്കി ചെങ്ങായി അടിച്ചിട്ടുണ്ട്. ചെങ്ങായി കിഡിലെ ഫൈറ്റ്, കിഡിലെ ബീജം എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി പടമാണ് ലീഡർ. നമ്മൾ ഇതുവരെ കണ്ട ലെജൻഡ് സർവനല്ല രണ്ടാമത്തെ പടത്തിലൂടെ എനിക്ക് തോന്നുന്നു ഇനി ചെങ്ങായി എനിക്ക് മറ്റേ ലെജൻഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇങ്ങാരൊരു പടം എങ്ങനത്തെ പടം വന്നാലും കാണരുതെന്ന് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ നല്ല അഭിപ്രായം തമിഴ്നാട്ടിൽ നിന്ന് കുറേ കേട്ട് ഇപ്പോൾ OTTയിൽ വന്നപ്പോൾ റീൽസൊന്നും കാണാൻ നിന്നില്ല. ഇതിൻ്റെ ആ അഭിപ്രായം കൊണ്ട്, തിയേറ്റർ റെസ്പോൺസ് കൊണ്ട് മാത്രം ഞാനിതിപ്പോൾ OTT വന്ന് കയറി കണ്ടത്. സത്യം പറയാനുള്ളൂ, ഞാൻ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും. കാരണം ചെങ്ങായി മാറി, ചെങ്ങായി ലുക്കും ഫൈറ്റ് ലുക്കും പല അഭിനയവും എല്ലാം മെച്ചപ്പെട്ട് ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ അത്ര ഒന്നും ആയില്ലെങ്കിലും ചെങ്ങായി എന്ന നിലയിൽ ചെങ്ങായിനെ കൊണ്ട് പറ്റുന്ന പോലെ ചെങ്ങായി അഭിനയിച്ച് നല്ല എന്താ പറയുക, പ്രൊഡ്യൂസർ എന്ന നിലയിൽ നല്ല പണവും മുടക്കി ഈ പടം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വട്ടം ആര് കണ്ടാലും കുറ്റമൊന്നും പറയാനില്ലാത്ത ഒരു അടിപൊളി പടമാണ് ചെങ്ങായിൻ്റെ. പറയാം, നമുക്ക് ഇപ്പോൾ ഈ പടം കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ ഇയാൾ ചെയ്താൽ മതി അയാൾ ചെയ്താൽ മതി. നമുക്ക് തുടക്കത്തിൽ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ചെങ്ങായി ചെയ്യുന്നുണ്ടോ, ചെങ്ങായി മതി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പിന്നെ അവസാനമൊക്കെ ഒന്നുമില്ല, അതിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ഒരു രക്ഷയില്ലാത്ത സീൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ വില്ലൻ, സത്യം പറഞ്ഞല്ലോ, ഒരു വില്ലൻ നന്നായാലും ഒരു കഥ എപ്പോഴും ഒരു നായകൻ ഒരു ബിൽഡപ്പ് ഇതൊക്കെ ഉണ്ടാവുള്ളൂന്നല്ലേ. സത്യം ഇതിൻ്റെ വില്ലൻ അടിപൊളിയായിരുന്നു. ചെങ്ങായിൻ്റെ കുറേ പടത്തിൽ ചെറിയ വേഷത്തിൽ കണ്ടിട്ടുണ്ട്, പേരെനിക്കറിയില്ല. പക്ഷെ ചെങ്ങായി ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയാണെങ്കിൽ അതിനെക്കാട്ടിയും പൊളിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പടം സ്റ്റോപ്പാണ്, അടിപൊളിയാണ്. പിന്നെ നായികയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നായകൻ്റെ മോളായിട്ട് പിന്നെ നമ്മളെ ലിയോയിൽ വിജയിൻ്റെ മോളൊക്കെ അഭിനയിച്ച കൊച്ചൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് പറയാനില്ല. പിന്നെ മറ്റേ ഡയലോഗില്ലേ, ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഡയലോഗ് കൃത്യം ഇപ്പം ഈ ചെങ്ങായി കൊടുക്കുക. കാരണം ചെങ്ങായിക്ക് എത്രത്തോളം അപമാനം കിട്ടിയോ, എത്ര പേര് ചെങ്ങായിനെ കളിയാക്കിയോ, എത്ര പേര് ആ സീൻ വെച്ചിട്ട് ചെങ്ങായിനെ പുച്ഛിച്ച് തല്ലിയോ, അവർക്കൊക്കെ മുഖത്തടിച്ച പോലെയാണ് ഈ സിനിമയിലൂടെ മറുപടി കൊടുത്തേക്കുന്നത്. കാരണം ഇതിൽ ആ ലെജൻഡ് സിനിമാറ്റോ പോലത്തെ ഒരു വെറുപ്പിക്കൽ, ഒരു ക്രിഞ്ച് സീൻസ് പോലും ഉണ്ടാവില്ല. അഭിനയിക്കാൻ അറിയാത്ത പോലെ തോന്നുമില്ല. അത് മതി. ചാവങ്ങായി വലിയ രജനീകാന്ത്, കമലഹാസനെ പോലെ ഒന്നും അഭിനയിക്കണ്ട, ഇതേപോലെ അഭിനയിച്ച് തന്നെ മതി. കാരണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മറ്റേ പവൻ കല്യാണിൻ്റെ ഈ സിനിമയില്ലേ, നീ അടുത്തിറങ്ങിയ
OGയിൽ പവൻ കല്യാണെക്കാട്ടിയും സ്ലാഗുണ്ട് ഇതിൽ ചങ്ങായിക്ക്. അതന്നെ മതി, അത്രയ്ക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ പടത്തിൻ്റെ റിവ്യൂ അറിയുന്നതിനെക്കാട്ടി ഇപ്പം ചെങ്ങായിനെ കുറിച്ച് പൊക്കിയടിച്ചാണ്. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെങ്ങായി ഇങ്ങനെ പറയുന്നത്. കാരണം ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചെങ്ങായിൻ്റെ ഒരു പടം കാണുന്നത് ചെങ്ങായി ഉണ്ടാവില്ല, ചെങ്ങായി നിർത്തി പോകുന്നു വിചാരിച്ചു കൊടുത്തുന്ന ഒരു നല്ല സംവിധായകനെയും കുറച്ച് നല്ല എന്താ പറയുക ടെക്നിക്കൽ ആൾക്കാർ എല്ലാവരെയും കൂടെ കൂട്ടി നല്ല പൈസ മുടക്കി ചെങ്ങായി ഒരു പടം ചെയ്തപ്പോൾ അത് കിടിലം പടമാണ്. നല്ലതാണ്, നമ്മൾ നല്ല പടമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു വെക്ക്. സിനിമേൻ്റെ ഒരു ലീഡർ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം, നല്ലൊരു പടമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.